എല്ലാവർക്കും നമസ്കാരം. വെൽഡോസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4 BHK വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കരിപ്പൂര് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറി ഈ കാണുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ഒരു വീട് നമുക്ക് പുതുതായിട്ട് കൊടുക്കാനുള്ള വീടാണ്. ഈ വീടിരിക്കുന്ന ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് ഏകദേശം 40 വീടിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതിൽ നമുക്കൊരു 80% വീട് നമുക്ക് സോൾഡ് ആയാണ്. മിക്ക വീട്ടിൽ നമുക്കിവിടെ ആൾ താമസവും വരുന്നുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ വേഗം കാണുന്ന ഈ ഒരു വീടാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് റോഡ് ടാർഡാണ്. മുറ്റത്ത് നമുക്ക് ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. വീട് ലാൻഡ് ചെയ്യുന്ന 4 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 78 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ള ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാസും വരുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 കളർ കോമ്പിനേഷനിലാണ് വീടിൻ്റെ പെയിൻറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് വുഡെല്ലാം വന്നത് നമുക്ക് തേക്കാണ്, ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 16 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാനും ഫുഡ് വേസ്റ്റ് എടുക്കാനും എല്ലാത്തിനും തന്നെ ഇവിടെ ആൾ വരുന്നുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ എല്ലാം തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ വീട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറി മെയിൻ റോഡിൽ നമുക്ക് മാർജിൻ ഫ്രീ മാർക്കറ്റ്, പെട്രോൾ പമ്പ്, അമ്പലം, ചർച്ച് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. സിറ്റ് ഔട്ടിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പാനൽ വർക്ക് ചെയ്തിരിക്കുന്ന വുഡിൻ്റെ ഡിസൈൻ എന്ന ടെയിലാണ്. ഇതിൽ നമ്മുടെ അപ്പോസിർക്കും വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 4 ചുറ്റും നമുക്ക് CCTVയുടെ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറെല്ലാം ചെയ്തിരിക്കുന്ന തേക്കിലാണ്, ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയും ഡൈനിങ്ങിൻ്റെ ഏരിയ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിൻ്റെ ഏരിയയിലും നമുക്ക് ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഓട്ടോമാറ്റിക് ഫാനുകളും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കളറാണ്. ഈ കാണുന്ന സെൻറ്റർ ചോറിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ ബാക്കിൽ നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെയിൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടെയിലാണ്. ഇതിൽ നമ്മുടെ അപ്പോസിർക്കും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ്. ഇവിടെ നമുക്ക് 12 സീറ്റുള്ള ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പറ്റുന്ന ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഓട്ടോമാറ്റിക് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ് ബേസിൻ. വാഷ് ബേസിനൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ബാക്ക് സൈഡിൽ നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. കിച്ചണിലെ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടെല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ്. ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ഹോബ് വരുന്നുണ്ട്. സ്റ്റോറേജ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നതാണ്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 മാറ്റ് ടൈൽ, നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വലിയൊരു വർക്ക് ഏരിയ ആയിട്ടുണ്ട്. ബാക്കിലാണ് നമ്മുടെ കിണർ വന്നിട്ട്. ബാക്കിൽ വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി അതിനൊരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ. ഇവിടെ നമുക്ക് നനകല്ലിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെയാണ് നമ്മുടെ കിണർ. രണ്ടിടത്തും നമുക്ക് ഡോർ ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ നമുക്ക് ഡോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേസ്റ്റ് എത്തിക്കണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടി അതിന് നമുക്കൊരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്. ഈ കാണുന്ന സെൻറ്റർ ചെവിൽ വലിയൊരു റോയൽ പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ബെഡ്റൂമിലെ കളറായിരുന്നത് നല്ല ലൈറ്റ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ 4 ബെഡ്റൂമിലും AC പോയിന്റും 4 വാഷ്റൂമിലും നമ്മുടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് വന്നിട്ട് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്.
ബോർഡിന് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ നല്ല പ്രീമിയം ബോർഡാണ് നമ്മുടെ കബോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് നമുക്ക് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണത്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഹാൻഡിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് സ്റ്റീലിലാണ്. ഇത് നമുക്ക് ഗ്ലാസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. ഈ കാണുന്ന സെൻട്രൽ ചവിട്ടിൽ 2 പാളിയുടെ വലിയൊരു ജനൽ ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ നമുക്ക് പർഹോളയും വരുന്നുണ്ട്. ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാള്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് താഴെ കണ്ട അതേ സൈസാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ടി വി യൂണിറ്റ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റും വരുന്നുണ്ട്. നമുക്ക് വർക്ക് ഏരിയയിലും വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 14x13 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ ഒരു വലിയ കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ബെഡ്റൂമിന്റെ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ള, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 11x11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയിൽ ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 10x10 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയിൽ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷെയ്ഡിന്റെ മേളിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ബാൽക്കണി. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാനൽ വർക്ക് ചെയ്തിരിക്കുന്ന വുഡിന്റെ ഡിസൈൻ എന്ന ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. ബാൽക്കണിയിലെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റീലാണ്. ഇവിടെ നമുക്ക് ടെമ്പേർഡ് ഗ്ലാസും വരുന്നുണ്ട്. ഈ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസ്. ടെറസിലെ ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിന്റെ വലിയൊരു ടാങ്ക് വരുന്നുണ്ട്. ടെറസിൽ മൊത്തം നമുക്ക് ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സന്ധ്യയൊക്കെ നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റ് ലഭിക്കുന്ന ഒരു ഏരിയയാണ്. നല്ലൊരു സൈലന്റ് ഏരിയയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന വീടാണ്. ഈ കാണുന്ന വീടുകളെല്ലാം നമുക്ക് സോൾഡായ വീടാണ്. എല്ലാ വീട്ടിലും ആൾ താമസം വരുന്നുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കരിപ്പൂര് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ്. നമുക്ക് അത്യാവശ്യം ബെഡ്റൂമുകളെല്ലാം വലിയ ബെഡ്റൂമാണ്. മുറ്റത്ത് നമുക്ക് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയും കുടിവെള്ളത്തിന് കിണറും ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 78 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഏത് ബാങ്കിലാണെങ്കിലും നമുക്ക് ഹോം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ബാക്കി ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി ഈ വീട് കാണാനും താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.